കേരളത്തിലെ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ എന്ത് ചെയ്യുമെന്നറിയാതെ ആശങ്കപ്പെടുകയാണല്ലോ ഹോട്ടൽ ഉടമകൾ. ബംഗളൂരുവിൽ ഈ പ്രതിസന്ധി കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ തുടങ്ങി. അങ്ങനെ LPG സിലിണ്ടറുകൾ കിട്ടാതായതോടെ വിറകടുപ്പിലേക്ക് മാറുകയാണ് ബംഗളൂരുവിലെ ഹോട്ടലുകൾ. ഹോട്ടൽ അടച്ചിടാതിരിക്കാനാണ് ഹോട്ടൽ ഉടമകൾ പഴമയിലേക്ക് മടങ്ങുന്നത്. ബംഗളൂരു കൊത്തന്നൂരിലെ കളിയോടം റെസ്റ്റോറൻ്റാണ് നിലവിൽ തന്നെ വിറകടുപ്പിലേക്ക് മാറിയത്. ഞാനിപ്പോൾ ഉള്ളത് ബംഗളൂരു കൊത്തന്നൂരിലെ കളിയോടം റെസ്റ്റോറൻറ്റിലാണ്. സാധാരണ നല്ല മലയാളി ഭക്ഷണമൊക്കെ കിട്ടുന്ന കടയാണതാ. ഇപ്പോൾ ഗ്യാസിൽ നിന്ന് വിറകടുപ്പിലേക്ക് ഇരിക്കുകയാണ്. ഗ്യാസ് കിട്ടാനില്ല, അതുകൊണ്ട് പരമ്പരാഗത രീതിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഉടമ ദിലീപ് മോഹൻ നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം. പഴമയിലേക്കുള്ള മടക്കായോ? ആണ്, പൂർണ്ണമായും. വിറകടുപ്പിലുള്ള ഭക്ഷണം അതിൻ്റെ ഒരു രുചി വേറെയാണ് എന്ന് കേട്ടറിവേ നമുക്ക് പല ആൾക്കാർക്കും ഉള്ളൂ. പക്ഷെ അത് പരീക്ഷിക്കാൻ ഞങ്ങൾ പൂർണ്ണമായും സജ്ജരായിരിക്കുകയാണ്. ഗ്യാസിന്റെ അവസ്ഥ എന്താ? ശരിക്കും വളരെ പരിതാപകരമാണ്. തീർത്തും കുറവാണ്, ലഭ്യത വളരെ കുറവാണ്. ബാംഗ്ലൂർ ഇപ്പോൾ കടകളിലൊക്കെ നമുക്ക് പൊതുവിൽ ഈ സിറ്റിയിലൊക്കെ മറ്റേ വിറക് ഉപയോഗിക്കുന്നതിന് പരിമിതി ഉണ്ട് അല്ലേ? അതിനെങ്ങനെ നമ്മൾ ഓവർകം ചെയ്യും? അതിന് ലഭ്യത ഇപ്പോൾ നമുക്ക് വലിയ പ്രശ്നമല്ല. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്കറിയില്ല. കാരണം ഒന്നാമത് നമ്മൾ ഈ ബാംഗ്ലൂരിൻ്റെ ഈ വശം ഗ്രാമവുമായിട്ട് അടുത്ത് കിടക്കുന്ന മേഖലയായതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ലഭ്യത ഇപ്പം സുലഭമാണ്. എനിക്കറിയില്ല ഇത് സിറ്റിക്ക് അകത്തോട്ടൊക്കെ എത്ര കണ്ടത് പ്രാക്ടിക്കലാവും എന്നുള്ളത്. ചേട്ടാ എന്താ ഉണ്ടാക്കുന്നത്? ഞാൻ ബിരിയാണിയാണ്. അപ്പോൾ നമ്മളൊരു അവസ്ഥ ഇങ്ങനെ എത്തിപ്പോയി, എന്താ ചെയ്യാൻ പറ്റില്ല. നമുക്ക് കട അടച്ചിടാനും പറ്റില്ല, ഇത്രയും പേര് സ്റ്റാഫുണ്ട്. നമുക്ക് അടച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും നഷ്ടം വരും. കടവാടകയും സ്റ്റാഫുകൾ, ഒരുപാട് സ്റ്റാഫുകളുണ്ട്. നിലവിൽ ഈ പ്രതിസന്ധി എത്ര ദിവസം മുന്നോട്ട് പോകും, അല്ലെങ്കിൽ എത്ര ദിവസം ഇത് തരണം ചെയ്യാൻ എടുക്കും, എന്താണ് പരിഹാരം എന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു അറിവും ആർക്കുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള രീതികൾ അവലംബിക്കുന്ന അവസ്ഥയിലേക്ക് ഹോട്ടൽ ഉടമകൾ എത്തിയിരിക്കുന്നത്. ബംഗളൂരുവിൽ നിന്നും KB ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്.